അഡ്വക്കേറ്റ് അനിൽ പി നായർ കൂടി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നവീൻ ബാബുവിന്റെ ബന്ധു കൂടിയാണ്. ശ്രീ അനിൽ പി നായർ, നിങ്ങൾക്ക് തുടക്കം മുതലുള്ള പരാതികളുണ്ട്. ഈ കേസ് ഏറ്റവും അടുത്ത് നടന്നൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ ഓർമ്മയിലും ബുദ്ധിയിലും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. അന്ന് മുതൽ ഇപ്പോൾ UDF അധികാരത്തിൽ കയറിയത് കൊണ്ടല്ല ഈ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നത്. അന്ന് മുതൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾ, അതേ ചോദ്യങ്ങളാണ് ഇപ്പോഴും ആവർത്തിക്കേണ്ടി വരുന്നത് എന്നതാണ് ഇതിന്റെ സാഹചര്യം. CBI അന്വേഷണം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇത്ര പെട്ടെന്ന് അതിൽ അനുകൂലമായൊരു തീരുമാനമുണ്ടാകുമെന്ന് പോലും വിചാരിച്ചില്ല എന്ന് മഞ്ജുഷ അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്നുണ്ട്. നിങ്ങൾ പ്രാഥമികമായി 10-12 കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്ന് പരാതി ഉന്നയിക്കുന്നുണ്ട്. അത് CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നാണോ കുടുംബം വിശ്വസിക്കുന്നത്? അതെ, നമ്മുടെ ഇടതു സഹയാത്രികനായ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തി തുടങ്ങി വെച്ചത് തന്നെ ഈ അർദ്ധസത്യവും ഈ വസ്തുതകളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടുമാണ് തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേരള പോലീസിൻ്റെ അന്വേഷണത്തെ ശരിവെച്ചു എന്നാണ്. ഇത് വസ്തുതാവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. ചർച്ചയിൽ അദ്ദേഹം സംസാരിക്കുന്ന ഈ സബ്ജക്റ്റിനെ പറ്റി അദ്ദേഹം പോയിട്ടില്ല, അല്ലെങ്കിൽ അതിന് അറിയില്ല. ഇവിടെ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിലും ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലും ചെന്നപ്പോൾ കേരള സ്റ്റേറ്റ് എന്ന നിലയിൽ പറഞ്ഞത് ഈ ഹർജിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം, അങ്ങനെ സത്യവാങ്മൂലം കൊടുക്കുകയാണ് ചെയ്തത്, ഞങ്ങൾക്കിത് അന്വേഷിക്കാൻ പ്രാപ്തിയുണ്ട്, ഞങ്ങൾ ചെയ്തോളാം, ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചു കൊള്ളാം എന്ന് ഒരു സ്റ്റേറ്റ് അതിൻ്റെ പ്രധാന അഭിഭാഷകനിലൂടെ ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അന്ന് 2 കോടതികളും പറഞ്ഞത് ഒരു സ്റ്റേറ്റിനെ നമ്മൾ മൊത്തത്തിൽ, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു വ്യവസ്ഥയെ നമ്മൾ മൊത്തത്തിൽ എങ്ങനെ മുഖവിലേക്ക് എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് അവർ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആ വിഷയങ്ങളെപ്പറ്റി പരിഗണിക്കാം എന്നാണ് സിംഗിൾ ബെഞ്ചിൻ്റെയും ഡിവിഷൻ ബെഞ്ചിൻ്റെയും തീരുമാനം. ആ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കേരള പോലീസിൻ്റെ അന്വേഷണത്തെ അംഗീകരിച്ചു, അവരുടെ ആവശ്യം കൊണ്ടോ ഇല്ല, അതുകൊണ്ടാണ് അന്വേഷിക്കാൻ അവസരം കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതാപരമായ വിഷയമാണ്. രണ്ടാമതൊരു കാര്യം, ഇത് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, മനസാക്ഷിയുള്ള കേരളത്തിലെ മുഴുവൻ ജനതയും ഈ മരണം അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെ പിന്നിലെ ദുരൂഹത അത് മറനീക്കി പുറത്തു വരണമെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കരുക്കൾ ചലിപ്പിക്കുന്ന വ്യക്തികൾ അവരെ കോടതിയുടെ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും ഈ നാട്ടിലെ ജനങ്ങൾ പൊതു മനസ്സാക്ഷി ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നിലപാട് അധികാരത്തിലെത്തി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച, ആർജവം കാണിച്ച ഈ സർക്കാരിനെ ഒരു അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന നിലയിൽ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവരോടുള്ള അങ്ങേയറ്റമുള്ള കടപ്പാട്, നന്ദി ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റായി പോകും എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ച് അവരെ കേസിൽ പ്രതിയാക്കണമെന്നല്ല ശ്രീ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത്, ഇവിടുത്തെ പൊതുസമൂഹം ആഗ്രഹിച്ചത്. മറിച്ച് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ, ഏത് പൗരനുമുള്ളൊരു അവകാശം, ഒരു ഫെയർ ട്രയൽ, ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഭരണഘടന നൽകുന്ന ഒരു അധികാരം, ഒരു സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവകാശമാണ്. അത് സംരക്ഷിക്കണമെന്നൊരു ഹർജിയുമായി പോയപ്പോഴാണ് സ്റ്റേറ്റ് അതിനെ സർവ്വശക്തിയും എതിർത്തത്, തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു ഫെയർ ട്രയലിന് വേണ്ടി ഇന്നലെ വരെ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ബന്ധുക്കൾ ഒരു ഹർജി കൊടുക്കുമ്പോൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും നടക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയത് തന്നെയാണ് ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ള ആ വസ്തുത വ്യക്തമായി വരുന്നത്. ഒരു സ്റ്റേറ്റ് എന്തിനും ഫെയർ ഇൻവെസ്റ്റിഗേഷനെ അഭിഭാഷകൻ കൂടിയാണല്ലോ. സമൂഹത്തിന് തോന്നിക്കാനുണ്ട്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം വിജ്ഞാപനം പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് PP ദിവ്യ കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ്. അങ്ങനെ ഒരു എതിർപ്പ് കൂടി വന്നാൽ എന്തായിരിക്കും CBI അന്വേഷണത്തിന് നേരിടേണ്ടി വരിക? അല്ലാതെ എനിക്കെതിരെയുള്ള കേസ് ഇന്നാൾ അന്വേഷിച്ചാൽ മതി, ഇന്നാൾ അന്വേഷിക്കണം എന്ന് പറയുന്ന പ്രതിക്ക് അവകാശമുണ്ടോ? അത് ആരന്വേഷിക്കണമെന്ന് തീരുമാനിക്കുന്ന സ്റ്റേറ്റാണ്. ഈ ക്രമസമാധാനമായാലും അന്വേഷണമായാലും സ്റ്റേറ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റാണ് തീരുമാനിക്കുന്നത് ആരന്വേഷിക്കണം. സ്റ്റേറ്റിന് തീർച്ചയായിട്ടും CBIക്ക് നേരിട്ട് വന്ന് കേസ് എടുക്കാൻ അധികാരമില്ല. പക്ഷേ സ്റ്റേറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കേസ് അന്വേഷണം കൈമാറിയാൽ CBIക്ക് അന്വേഷിക്കാവുന്നേ ഉള്ളൂ. അതിന് എനിക്ക് പറയാൻ പറ്റുമോ എനിക്കെതിരെ ഇന്ന പോലീസ് അന്വേഷിക്കരുത് എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? എന്ത് അടിസ്ഥാനരഹിതമായ വാദമാണ് ഉന്നയിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അതിനകത്ത് വളരെ ഗുരുതരമായ ഒരു കാര്യമുള്ളത്, ഈ
ഇതൊരു ആസൂത്രിതമായി നടപ്പിലാക്കി പ്ലാൻ ചെയ്ത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കൊലപാതകമാണെന്ന് സംശയിക്കുന്ന സകല സാഹചര്യങ്ങളുമുണ്ട്. കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൃത്യമായ തെളിവ് നശിപ്പിക്കൽ നടന്നിട്ടുണ്ട്, കൃത്യമായ വ്യാജ തെളിവുകൾ സൃഷ്ടി ഉണ്ടായിട്ടുണ്ട്. ഈ ഇതിനകത്ത് ഓരോ പല സാക്ഷികളും ഇതിനകത്ത് പ്ലാൻ ചെയ്തതാണ്. എന്തിനു വേണ്ടി? പ്രതിയെ സംരക്ഷിക്കുവാനും കുറ്റവിമുക്തയാക്കുവാനും വേണ്ടി തിരികെ കയറ്റിയ സാക്ഷികളുള്ള ചാർജ് ഷീറ്റാണിത്. ഈ ചാർജ് ഷീറ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് കോടതി അതിൻ്റെ അപാകതകൾ കണ്ടുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ ഭാഗം കൂടി അന്വേഷിക്കൂ എന്ന് ആ കോടതിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ട്രയൽ കോടതി പറഞ്ഞത്. ട്രയൽ കോടതിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു ഉത്തരവാണ് ട്രയൽ കോടതി പ്രഖ്യാപിച്ചത്. അന്വേഷണം അവ്യക്തമാണ്, അന്വേഷണം അപൂർണമാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്, തെളിവുകളുടെ ശേഖരണത്തിൽ പരാജയം ഉണ്ടായിട്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ട്രയൽ കോടതി അതിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും അന്വേഷിക്കൂ, ഈ ഭാഗങ്ങൾ അന്വേഷിക്കൂ എന്ന് പറഞ്ഞത്. നോക്കൂ, ഈ പോസ്റ്റ്മോർട്ടം തന്നെ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടല്ലേ അത്? 2 ഡോക്ടർമാർ ഒരിക്കലും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളായി ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ് ആ പെരിയാര ഹോസ്പിറ്റലിൽ വെച്ച് ഇത് നടത്തരുത്. കാരണം ഈ പ്രതിയായിട്ട് ഇന്ന് നിൽക്കുന്ന ആളുടെ ഭർത്താവ് അവിടെ ജീവനക്കാരനാണ്. ഈ കേസിലെ ഇപ്പോൾ പിന്നെ ഈ പ്രതിയെ സഹായിക്കാനാക്കി സാക്ഷിയാക്കിയിരിക്കുന്ന പ്രശാന്തൻ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അവിടുത്തെ തൊഴിലാളിയാണ്, ഒരു പിന്നെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഹെൽപ്പറാണ്. അങ്ങനെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഹെൽപ്പറാണ് പെട്രോൾ പമ്പ് തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന അവിടെ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പോസ്റ്റ്മോർട്ടം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു അല്ലെ? ഇൻക്വസ്റ്റ് നടപടികളടക്കം കുടുംബാംഗങ്ങൾ പോയതിനു ശേഷം മതി എന്ന കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. അതെ, തീർച്ചയായിട്ടും ഇത് എന്ത് നമുക്ക് സാമാന്യം മര്യാദയുടെ ഭാഗമല്ലേ എന്നേ. പ്രതിയാക്കപ്പെടാനല്ലോ സാധ്യതയുള്ള ഒരാൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുചെല്ലുമ്പോൾ, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന വ്യക്തമായ സ്വാധീനമുള്ള സ്ഥലത്ത് നടത്തുമ്പോൾ ദയവായിട്ട് അതൊന്ന് ഒരു വീഡിയോഗ്രാഫ് ചെയ്യാൻ തയ്യാറായവർ, ആ പോസ്റ്റ്മോർട്ടം നടപടികളെ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ തയ്യാറായോ? അത് മാത്രമല്ല, ആ ഡോക്ടർമാരെ തന്നെ കർശനമായി നിശിതമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ട വ്യക്തികളാണ്. കാരണം സാധാരണഗതിയിൽ ഡോക്ടർമാർ ആരും തന്നെ ഫൈനൽ ഒപ്പീനിയൻ മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ എഴുതി കൊടുക്കില്ല. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്. ഇന്റേണൽ ഓർഗൻസ് ഒന്നും പ്രിസർവ് ചെയ്യാതെ, അതൊന്നും കെമിക്കൽ അനാലിസിസ് ലാബിലേക്ക് അയക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആർക്കോ എഴുതി കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് അതിൻ്റെ കോപ്പി ഞങ്ങൾ തരുമ്പോഴാണ് അതിൻ്റെ അപകടം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുവരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു എന്താ പറഞ്ഞത്? കളക്ടർ പറഞ്ഞു എന്താ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ഇവിടുത്തെ കളക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പോസ്റ്റ്മോർട്ടം ടേബിൾ ഉണ്ടാവും. അവിടുത്തെ പോസ്റ്റ്മോർട്ടം തിയേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നതിനേ ഉള്ളൂ. അതിനപ്പുറം എല്ലാം ഫെയർ ആയിരിക്കും എന്നാ പറയാം. അങ്ങനെ ഫെയർ ആണെങ്കിൽ എന്തുകൊണ്ട് വീഡിയോഗ്രാഫ് ചെയ്തില്ല, വീഡിയോ റെക്കോർഡ് ചെയ്തില്ല? ഈ വളരെ പ്രാഥമികമായി ഈ കാര്യങ്ങൾ അന്വേഷണത്തിന് പരിധിയിൽ വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കുടുംബം വീണ്ടും അതിൽ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണമാണ്. ഡോക്ടർമാർ ഉൾപ്പെടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടോ, ഭാഗമാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിഷയം തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണ്. ശരി ശരി ശ്രീ, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. നിരവധി വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കക്ഷികള് ഒരു പ്രതി മാത്രമല്ല ഇതിനകത്തുള്ളത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. Debate with Madhu Saji.